യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും 2025 ആണ്ടിൻ്റെ അവസാന ദിവസമായ ഡിസംബർ 31 എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്നത്തെ ദിവസം ഈ വർഷത്തിൽ എന്തുമാത്രം സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചിട്ടുണ്ടോ, അതിൻ്റെ 100 മടങ്ങ് ഇന്നു മുതൽ മുന്നോട്ടുള്ള ഓരോ ദിവസങ്ങളിലും അനുഗ്രഹങ്ങൾ സമൃദ്ധമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം 8-ാം തിരുവചനം. സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു മാറ്റും. തൻ്റെ ജനത്തിൻ്റെ അപമാനം ഭൂമിയിൽ എല്ലായിടത്തും നിന്ന് അവിടുന്ന് നീക്കിക്കളയും. കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. ഈ വർഷത്തിൻ്റെ അവസാന യാമങ്ങളിൽ കരഞ്ഞ് ദുഃഖത്തോടെ കഴിയുന്ന ദൈവമക്കളോട് സർവശക്തനായ ദൈവം പറയുകയാണ്, നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ ഞാനുണ്ട്. ഈ ഭൂമിയിൽ ആരെല്ലാം വേദന കൊണ്ട് കണ്ണുനീർ പൊഴിക്കുന്നുണ്ടോ, അവരുടെ കണ്ണുനീര് പിതാവായ ദൈവം സന്തോഷത്തോടെ തുടച്ചു മാറ്റും. അവരുടെ കണ്ണുനീര് സന്തോഷമായിട്ട് മാറും. നിങ്ങളെ ആരെല്ലാം ലോകത്തിൻ്റെ മുന്നിൽ അപമാനത്തിന് വിധേയമായിട്ടുണ്ടോ, അതെല്ലാം ദൈവം നീക്കിക്കളയും. ഈ അവസ്ഥയിൽ കഴിയുന്ന ഓരോരുത്തരുടെയും ജീവിതം അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളായി കർത്താവ് മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഈ നല്ലൊരു സുദിനം നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ചെറിയ ചെറിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സർവശക്തനായ ദൈവത്തിൻ്റെ മുന്നിൽ നമുക്കായിരിക്കാം. എളിമയോടെ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന നിമിഷമായി ഈ സമയം മാറിക്കഴിയും. സമൃദ്ധമായിട്ട് ദൈവം നിങ്ങളെ ഇന്ന് അനുഗ്രഹിക്കും. നിങ്ങളുടെ ഭവനത്തിൽ ദൈവം കടന്നു വന്ന് നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് സ്പർശിക്കുന്ന ദിവസമായി മാറും. കാരണം ഒരു കരയുന്ന കുഞ്ഞിൻ്റെ കണ്ണുനീർ തുടച്ചു മാറ്റണമെങ്കിൽ ആ കുഞ്ഞിനെ സ്പർശിച്ചെങ്കിൽ മാത്രമേ ആ കണ്ണുനീർ നമുക്ക് തുടയ്ക്കുവാൻ പറ്റത്തുള്ളൂ. അതേപോലെ സ്നേഹനിധിയായ ദൈവം തൻ്റെ മുന്നിൽ വേദനയോടെ നിൽക്കുന്ന ഓരോ ദൈവമക്കളെയും ഇന്ന് തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് നിങ്ങളുടെ കണ്ണുനീർ അവൻ സ്വന്തം കൈകൊണ്ട് ഒപ്പിമാറ്റും. അതിനുവേണ്ടിയാണ് നമ്മുടെ ഇടയിലേക്ക് ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ പിറന്നു വീണ് നമ്മളിൽ ഒരാളായി ഈ ഭൂമിയിൽ ജീവിക്കുകയും ഇപ്പോഴും നമ്മോടൊപ്പം കഴിയുകയും ചെയ്യുന്നത്.
ആ ദൈവത്തിൻ്റെ മുന്നിൽ പൂർണ്ണമായും നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവാനുഗ്രഹത്തിനായിട്ട് ഒരു നിമിഷം നമ്മളെ തന്നെ എളിമപ്പെടുത്താം. നിങ്ങളുടെ മുന്നോട്ടുള്ള ഓരോ നിമിഷങ്ങളും അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായി കർത്താവ് മാറ്റുന്നതിന് നന്ദി പറയാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ പുതിയ വർഷത്തിലേക്ക് കടക്കുന്ന നിമിഷം 2025 അവസാനത്തെ ദിനം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനമായിട്ട് മാറട്ടെ. ഈ ദിനത്തിലാണെങ്കിലും ആരൊക്കെ വേദനിക്കുന്നുണ്ടോ അവരെയൊക്കെ ദൈവം അവരുടെ കണ്ണുനീര് ഈശോ നേരിട്ട് ഒപ്പിമാറ്റി അവർക്കും സന്തോഷം കൊടുക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ഈ നല്ലൊരു ദിവസം ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അവരെ അനുഗ്രഹിക്കുന്നതോടൊപ്പം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ കുടുംബത്തെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.